ചൂട് സമയത്ത് പുറത്തുനിന്നൊക്കെ വരുമ്പോൾ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ദാഹവും ക്ഷീണമൊക്കെ മാറ്റും ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ. ഹെൽത്തിയുമാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ, കുറഞ്ഞ ചേരുവകളും മതി കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 2 പീസ് ഇതുപോലെയുള്ള 2 പീസ് ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ ഒരു ചെറിയ പിങ്ക് കളർ കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതുപോലെ 2 പീസാണ് എടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് കുതിർത്തെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചിട്ട് ഈ ഒരു ചൈന ഗ്രാസ് ഒക്കെ കംപ്ലീറ്റ് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചിട്ട്, ചൂടോട് കൂടിയിട്ട് തന്നെ അരിച്ചിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ചെറിയോരോ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് അവിടെ മാറ്റി വെക്കാം. പിന്നെ ഇവിടെ പൂവമ്പഴമാണ് എടുത്തിട്ടുള്ളത്. 3 പൂവമ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൂവമ്പഴമോ റോബസ്റ്റോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും പഴം വെച്ചിട്ട് ചെയ്യുമ്പോഴാവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലാണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ കട്ടി അനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 500 മില്ലി പാല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല തണുപ്പ് വേണമെന്നുള്ളവർക്ക് കൂടുതലായിട്ട് പാലിൻ്റെ തണുപ്പുണ്ട്, പിന്നെ കൂടുതലായിട്ട് തണുപ്പ് വേണ്ടവർക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ബ്ലാക്ക് കസ്കസ് എല്ലാ വെള്ളത്തിലേക്ക് ഇടുന്നത് പോലെ തന്നെ അതും ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ജെല്ലിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പ് 2-3 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്ക് റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് കുറേ കട്ടിയിൽ ചെയ്യാതെ കുറച്ച് ഇതുപോലെ ലൂസായിട്ട് ചെയ്യാണ് നമ്മൾ ദാഹിച്ച് വരുന്ന സമയത്തൊക്കെ ഏറ്റവും നല്ലത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്